നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഗ്ലോബൽ കരിയർ പ്രോസ്പെക്ട് ഓഫ് ദി അറബിക് ലാംഗ്വേജിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറബിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അറബി അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു സംഗതിയാണ്. വൈ അറബിക് ഈസ് എ വാല്യുബിൾ ലാംഗ്വേജ് ഫോർ യുവർ കരിയർ എന്നുള്ള ടോപ്പിക് എന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറബിയുടെ പ്രത്യേകതയും എന്തുകൊണ്ട് അറബി പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലക്ക് കുട്ടികൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അറബി ഭാഷയുടെ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് 1 by 1 ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിലൊന്ന്, അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ്, അതായത് ടോപ്പ് 5 മോസ്റ്റ് സ്പോക്കൺ ഇൻ ദി വേൾഡ് എന്നുള്ളതാണ്. 400 മില്യൺസ് പീപ്പിൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അറബി എന്നുള്ളതാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ 26 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. നമ്മൾ പൊതുവെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കേവലം ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ മാത്രം കാണുന്നതിനപ്പുറം അറബി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് എന്നും, അതോടൊപ്പം തന്നെ UN അടക്കമുള്ള UN-ലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് UN 6 ഭാഷകൾ UN അംഗീകരിച്ച ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അതിൽ 6 ഒന്നാണ് അറബി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ലോകത്ത് അനവധി ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുണ്ട്. ആ ഓർഗനൈസേഷനുകളൊക്കെ അംഗീകരിക്കപ്പെട്ട ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അറബി. അതുകൊണ്ട് തന്നെ അറബിക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അറബി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ്, ഫാസ്റ്റ് ഗ്രോയിങ് ലാംഗ്വേജ് ഡ്യൂ ടു ദി ഗ്ലോബൽ ഇൻട്രസ്റ്റ്. നമുക്കറിയാം, ടെക്നോളജിയും എല്ലാ AI-യും റോബോട്ടിക്സും അതേപോലെ തന്നെ എല്ലാവിധ ടെക്നോളജിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അറബി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അറബി. അതേപോലെ തന്നെ ഹൈ ഡിമാൻഡഡ് ലാംഗ്വേജ് ആണ്. അത് ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, ഇപ്പൊ പറഞ്ഞു പോവുക. ട്രേഡ് ലാംഗ്വേജ്, ഇന്റർനാഷണൽ ട്രേഡ് ലാംഗ്വേജ് ആണ് അറബി എന്ന് പറയുന്നത്. അതൊരു റിലീജിയസ് മാത്രമല്ല, ഇന്ന് ഏത് ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ ട്രേഡ് രംഗത്തുമുള്ള എന്തെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെട്ടിക്കടയിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയും? അറബിക്ക് എഴുതിയതായിട്ട് കാണാൻ കഴിയും. ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ മാനുവലിൽ നമുക്ക് അറബി ലാംഗ്വേജ് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, ഈ ഇന്റർനാഷണൽ ട്രേഡ് ലാംഗ്വേജ് ആണ് അറബി. ആ അർത്ഥത്തിൽ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ വൈഡ്ലി സ്റ്റഡീഡ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചുകൊണ്ട്, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ധാരാളം കുട്ടികൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അത് സെലക്ട് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ UK-യിൽ പോലും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാംഗ്വേജ് ആയിട്ട് എണ്ണപ്പെടുന്നത് അറബിക്കാണ്. അത്രമാത്രം അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്റർനാഷണലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അറബി ഭാഷയുടെ ഒരു മേജർ ഗ്ലോബൽ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എന്താണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് വിശദീകരിക്കും. ആ സമയത്ത് ഞാൻ വിശദീകരിക്കുക. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, ഇതൊക്കെയാണ് അറബി ഭാഷയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ലോകത്ത് 400 മില്യൺ ആളുകൾ സംസാരിക്കുന്നു. 26 കൺട്രിയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നമ്മൾ അറബിക് പഠിക്കണം എന്നുള്ളടത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ടു പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഈ അറബി പഠിച്ചു കഴിഞ്ഞാൽ
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും വിദേശത്തും അവന്റെ ഹയർ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തത് ടു ആക്സസ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇന്റർനാഷണൽ ലെവൽ തന്നെ നമുക്ക് പുതിയ പുതിയ മേഖല വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ട്. അവിടേക്കൊക്കെ നമ്മൾക്ക് അറബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ സ്കിൽസ്. അറബി പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ഭാഷകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്ന് അറബിയിലേക്കും ഒക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ നാലാമതായിട്ട് ഞാൻ സൂചിപ്പിച്ച ടു വർക്ക് ഇൻ എമേർജിംഗ് ഫീൽഡ് ലൈക്ക് AI ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, NLP എന്ന് പറയും. ടെക്നോളജിയും AI-യും റോബോട്ടിക്സും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് ഭാഷാപരമായി അറബി ഭാഷയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ AI ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ ആ അർത്ഥത്തിൽ അറബി ഭാഷക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുന്നതോടുകൂടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ അറബി ഭാഷ പഠിച്ചാൽ എന്തൊക്കെ കരിയറിലേക്ക് ഒരു കുട്ടിക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് കരിയർ പാത്സ് വിത്ത് അറബിക് സ്കിൽ എന്നുള്ള ടോപ്പിക്കിനോട് നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളോട് പറയാൻ കഴിയേണ്ടതുണ്ട്. ഹോസ്പിറ്റാലിറ്റി മേഖല, ഹെൽത്ത് കെയർ മേഖല, എഡ്യൂക്കേഷൻ, ട്രാൻസ്ലേഷൻ, ഓയിൽ ഗ്യാസ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ടൂറിസം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇന്റർനാഷണൽ റിലേഷൻ, MNCs, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അറബി പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഓക്കെ, അത് നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് എല്ലാവർക്കും അറബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. എംബസികളിൽ, കോൺസുലേറ്റ്സ്, അതേപോലെ തന്നെ എല്ലാ എംബസി, നമുക്കറിയാം ധാരാളം കണക്കിന് എംബസികളുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും. ഇപ്പൊ ഡൽഹിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും എംബസികളുണ്ടാവും. അപ്പോൾ ആ എംബസികളിലൊക്കെ, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും എംബസികളും കോൺസുലേറ്റുകളും ഉണ്ടാവും. അവിടെയൊക്കെ അറബി അറിയുന്നവരും, അറബി രാജ്യങ്ങളുടെ എംബസികൾ ഇന്ത്യയിലുണ്ടാവും. അപ്പൊ അവിടെയും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ എംബസികളും കോൺസുലേറ്റുകളും ധാരാളം അറബി അറിയുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എയർലൈൻസ് ആൻഡ് ട്രാവൽ കമ്പനീസ്. എയർലൈൻസ് നമുക്കറിയാം ഇന്ന് ലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും നല്ല എയർലൈൻസ് കമ്പനികളിലൊക്കെ ധാരാളം അറബിക്ക് അറിയുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് തുടങ്ങിയ ധാരാളം കമ്പനികൾ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. എയർലൈൻസ് ആൻഡ് ട്രാവൽ കമ്പനീസിൽ അറബി പഠിച്ചവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയ ഹൗസസ്, ലീഗൽ മെഡിക്കൽ ഫേംസ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ NGOs, ലിറ്റററി വർക്ക്സ്. ഈ മേഖലയിലൊക്കെ അറബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇതിന് അടിയിൽ നിന്ന് താഴെ ഭാഗത്തു നിന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കണം. ലിറ്റററി വർക്ക്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മലയാളക്കരയിലെ ഏറ്റവും പ്രസിദ്ധമായ നോവലുകളും കഥകളും ഒക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അറബി അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ അറബി പഠിച്ച ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധയായ ഒരു പ്രഗത്ഭയായ ഒരു നോവലിസ്റ്റാണ്. ജോഗ അൽ-ഹാർത്തി എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു ഒമാനി റൈറ്റർ. അവരെ സംബന്ധിച്ചിടത്തോളം സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവര്. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് കിട്ടി. ഇപ്പോൾ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെഴുതിയ ഒരു ബുക്കുണ്ട്. അവരെഴുതിയ ബുക്കിന് ബുക്കർ പ്രൈസ്, അറബ് ലോകത്തേക്ക് ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് കൊണ്ടുവരുന്നത് ഈ ജോഗ
അൽ ഹാർത്തി എന്ന് പറയുന്ന ഈ എഴുത്തുകാരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 2019 മാൻ ബുക്കർ പ്രൈസ് ആദ്യമായിട്ട് അറബ് ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ഇവരാണ്. ഇവരുടെ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ലിറ്റററി വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പുസ്തകമാണ് സയ്യിദാത്തുൽ ഖമർ. അതിന് ഇംഗ്ലീഷിൽ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞ മെർലിൻ ബൂത്ത് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ പുസ്തകം എന്താണ് സയ്യിദാത്തുൽ ഖമർ എന്നുള്ള പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ലിറ്റററി വർക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഇബ്രാഹിം ബാദുഷാ വാഫി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു അറബിക് സ്കോളറാണ്. സയ്യിദാത്തുൽ ഖമർ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിലാവിന്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ഒരു പേരിലാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ലിറ്റററി മേഖലയിൽ അറബി അറിയുന്നവർക്ക് ധാരാളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ബെനിയാമിന്റെ ആടുജീവിതം, ഗോഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും മലയാളത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അത് അറബിയിലേക്ക് അങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറബിക് സ്കോളർ, റൈറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ മിസ്റ്റർ സുഹൈൽ വാഫി എന്ന് പറയുന്ന സുഹൈൽ വാഫിയാണ് അത് ട്രാൻസ്ലേറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് അറബി അറിയുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ട് മേഖലയിലൂടെ അവർക്ക് ഉയർന്ന് വലുതായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അവരുടേതായ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്താൻ ഓരോരുത്തർക്കും കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ധാരാളം അറബിക് നോവലുകൾ മലയാളത്തിലേക്കും മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ പല മലയാള നോവലുകളും കഥകളും ഒക്കെ അറബിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുക എന്നത് അറബി പഠിച്ചവർക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത്തരം മേഖലയിലേക്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന ഒരു ബാല്യകാല സഖി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്റെ അറബിക് നെയിമാണ് ഞാൻ അവിടെ കൊടുത്തത്. റഫീഖത്തു സ്വബ എന്ന് പറയുന്ന പുസ്തകം, അതും ഈ സുഹൈൽ വാഫിയാണ്. അതായത് ബെനിയാമിന്റെ ആടുജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്ത സുഹൈൽ വാഫി തന്നെയാണ് അതും ബാല്യകാല സഖിയും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ അറബി അറിയുന്നവർക്ക് ലിറ്റററി മേഖലയിലൊക്കെ നല്ല ശോഭിക്കാനൊക്കെ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ എയർലൈൻസ് ആൻഡ് ട്രാവൽ കമ്പനീസ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലോകത്തെ ഏറ്റവും ടോപ്പ് എയർലൈൻസ് കമ്പനികളൊക്കെ, എയർലൈൻസ് ട്രാവൽ കമ്പനികളൊക്കെ അറബി അറിയുന്നവർക്ക് മുൻഗണനയും ഒക്കെ നൽകുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും ഇംഗ്ലീഷ് ഒരു പരമപ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്, പക്ഷെ അറബി അറിയുന്നവർക്ക് അവർ പ്രിഫറൻസ്, പ്രത്യേകിച്ച് 26ഓളം രാജ്യങ്ങളിലൊക്കെ, അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അറബി അറിയുന്നവർക്ക് മുൻഗണനയും അപ്പോയിന്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ കുറച്ച് എയർലൈൻസിന്റെ പേരുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യാം. പിന്നെ മറ്റൊരു മേഖല മീഡിയ ആൻഡ് ജേർണലിസം. അറബി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് കരിയർ ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മീഡിയ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ രംഗത്ത് ധാരാളം ഫേംസുകളുണ്ട്. ഇന്റർനാഷണൽ മെഡിക്കൽ ഫീൽഡിലുള്ള സ്ഥാപനങ്ങളുടെ കുറച്ച് പേരുകളാണ് ഞാൻ ഇവിടെ. പിന്നെ അതേപോലെ തന്നെ CVS ഹെൽത്ത്, എലവൻസ് ഹെൽത്ത്, സെന്റേന, സിഗ്ന എന്നൊക്കെ തുടങ്ങിയ ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് എന്നൊക്കെ പറയുന്ന ധാരാളം ഒരു കോർപ്പറേറ്റ് മെഡിക്കൽ ഫേമുകളാണ്. ഈ ഫേമുകളിലെല്ലാം അറബി അറിയുന്നവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസും കരിയറുകളും ഉണ്ട് എന്ന് സൂചിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ മെഡിക്കൽ ഫേമുകളാണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഈ മേഖലയിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അറബി അറിയുന്ന ആളുകൾക്ക് ധാരാളം ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. പിന്നെ അറബി പഠിച്ച ആളുകൾക്ക് മറ്റൊരു മേഖലയാണ് ധാരാളം ഇന്റർനാഷണൽ NGOs. നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും. ആക്ഷനോയിഡ്, കെയർ, ഓക്സ്ഫാം, സേവ് ദ ചിൽഡ്രൻ, കമ്പാഷൻ, ആംനെസ്റ്റി ഇന്റർനാഷണൽ, പ്ലാൻ, കാഫോഡ് എന്നൊക്കെ തുടങ്ങിയിട്ട് ധാരാളം, വേൾഡ് വിഷൻ ഒക്കെ തുടങ്ങിയിട്ട് ധാരാളം. ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആംനെസ്റ്റി ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇങ്ങനെ ധാരാളം NGOs വേൾഡ് വൈഡ് പരന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം NGOsകളിൽ ധാരാളം അറബി പഠിച്ച, അറബി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ഇന്റർനാഷണൽ NGOസിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കുട്ടികളോട് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. അതേപോലെ തന്നെ ഏതാണ് നമ്മൾ പറയുന്നത് ICRC, IFRC, മെഡിസിൻ സാൻ ഫ്രോണ്ടിയേഴ്സ്, കെയർ, സേവ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ വെൽഫെയർ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ NGO ആണ്. ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ്,
ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ NGO ആണ്. പിന്നെ ഓക്സ്ഫാം ഇന്റർനാഷണൽ പോവർട്ടി ഇനീക്വാലിറ്റി ഇസ് എ സ്റ്റാർ റെസ്പോൺസ് ഇതിൽ നിന്നൊക്കെ പോകുന്ന NGO ആണ്. അപ്പൊ ഇത്തരം NGOകളിൽ അറബി പഠിച്ച ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ പുതിയ ഈ IT-യുടെയും ടെക്നോളജിയുടെയും കാലഘട്ടത്തിൽ ജോബ് ഇൻ ബിസിനസ് ആൻഡ് ട്രേഡ് ഈ മേഖലയിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അറബി പഠിച്ചവർക്ക് ഉണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഈ ഫോട്ടോയിൽ നമുക്ക് കാണുന്ന ആദ്യത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലാണ് കാണുന്നുണ്ടാവും. അറേബ്യൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ ഞാൻ വർക്ക് ചെയ്തൊരു മൾട്ടിനാഷണൽ കമ്പനി അതുമായി ബന്ധപ്പെട്ട ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലായിരുന്നു. അറബി അറിയുന്നവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ഫേംസ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എയർ അങ്ങനെയുള്ള മേഖലയിൽ ട്രാൻസ്പോർട്ട് മോഡ് മേഖലയിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മറ്റ് ഒരു മേഖലയാണ് അറബി. ഇത് നമ്മൾ കോമൺ ആയിട്ട് കരിയർ ഗൈഡൻസ് മേഖലയിൽ പറയുന്ന ഒരു സംഗതിയാണെങ്കിലും അറബി അറിയുന്ന ആളുകൾക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് SCM അഥവാ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം, അതിന്റെ ഉൽപാദനം, അതിന്റെ ഉൽപ്പാദിച്ചതിന് ശേഷം അതിന്റെ ചരക്ക് നീക്കം, അത് ചരക്ക് നീക്കിയിട്ട് അതിന്റെ വിൽപ്പന, ഈ 4 എലമെന്റ്സുകൾ ഉൾക്കൊള്ളുന്ന ഈ 4 എലമെന്റ്സിനെ ഏകോപിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ശാഖയാണ് യഥാർത്ഥത്തിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഈ 4നെയും സംയോജിപ്പിക്കുന്നിടത്ത് ലോജിസ്റ്റിക് ആവട്ടെ എല്ലാത്തിനും നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട മേഖലകളൊന്നും ഈ ലോജിസ്റ്റിക് ആവട്ടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആവട്ടെ എന്തിനാണെങ്കിലും പ്രധാനപ്പെട്ട എയർ മേഖലയിൽ പിന്നെ അതേപോലെ തന്നെ ഷിപ്പ് അല്ലെ റോഡ് ട്രെയിന് ഈ 4 മേഖലയിലും ഈ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എന്താണ് ലോജിസ്റ്റിക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും ഈ ക്ലിയറൻസ് കസ്റ്റംസ് ക്ലിയറൻസ് മറ്റൊക്കെ ഉണ്ടാവും. അറബ് രാജ്യങ്ങളിൽ അപാര സാധ്യതയുള്ള ഒരു മേഖലയാണ്. എനിക്കറിയുന്ന പല ആളുകളും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറബി അറിയുന്ന ഇപ്പോൾ നമുക്കറിയാം ഹോർമൂസ് നമുക്കറിയാലോ. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് ഹോർമൂസ്. അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കപ്പൽ ഷിപ്മെന്റിലൂടെയൊക്കെ വരുന്ന സംഗതികൾ. അപ്പൊ ലോജിസ്റ്റിക് മേഖലയിൽ ധാരാളം അറബി അറിയുന്ന ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സാധാരണ BBAയോ അല്ലെങ്കിൽ BComോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ രീതിയിലുള്ള കോഴ്സുകൾ കൊമേഴ്സ് എടുത്തിട്ടാണെങ്കിലും സയൻസ് എടുത്തിട്ടാണെങ്കിലും വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിലേക്കോ അല്ലെങ്കിൽ BBA മേഖലയിലേക്കോ BComന്റെ ഇതൊക്കെ എടുത്തിട്ട് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് അവിടെ എത്തുമ്പോൾ കോമ്പറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അറബി കൂടി അറിയുന്നുവെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് അറബി കൂടി പഠിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ അപാര സാധ്യതയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ ബിസിനസ് കോർഡിനേറ്റർ, എക്സ്പോർട്ട് ഇമ്പോർട്ട് അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ റിലേഷൻ ഓഫീസർ, ഇങ്ങനെയൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ അറബി അറിയുന്നവർക്ക് മാത്രം ഉണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ കുട്ടികളിലേക്ക് കൺവേ ചെയ്താൽ അവർക്ക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റും പുതിയ കാലഘട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാവും. മറ്റൊന്ന് അക്കാഡമിക് ജോബ്സ് ആണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അധ്യാപകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. അക്കാഡമിക് ജോബ്സ് ഞാൻ പറയേണ്ടതില്ല. ടീച്ചർ മേഖലയിൽ അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലേക്ക് കടന്നു വരാവുന്ന LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് ലെവലൊക്കെ പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് മേഖലയിലേക്കും അക്കാഡമിക് ലെവലിലേക്കും അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അറബി പഠിച്ചാൽ. അതോടൊപ്പം തന്നെ കരിയർ ഇൻ മീഡിയ ജേർണലിസം ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ, അൽ ജസീറ പോലെയുള്ള BBC ന്യൂസ് പോലുള്ള CNN പോലുള്ള ചാനലുകൾ പോലും എന്തുണ്ട് ഇപ്പോൾ BBC എന്ന് പറയുന്ന അറബ് കൺട്രിയുടെ ഒരു ചാനലൊന്നുമല്ല. പക്ഷെ എങ്കിലും അവര് അറബ് ചാനൽ BBC അറബിക് ചാനലുണ്ട്. അപ്പൊ അവിടെയൊക്കെ അറബി അറിയുന്നവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോവാം. പിന്നെ അറബിക് ന്യൂസ് എഡിറ്റർ, കണ്ടന്റ് റൈറ്റർ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ഓർ സബ് ടൈറ്റിലർ, നിങ്ങൾക്ക് തുടങ്ങിയ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലയിൽ ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിപ്ലോമസി ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ പറയേണ്ട ആവശ്യമില്ല. ഏത് മേഖലയിലും
ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മേഖലയിലൊക്കെ അറബി അറിയുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എംബസികളിലും UN-ലും അതേപോലെ തന്നെ നമുക്കറിയാം യുണൈറ്റഡ് നേഷനില്, യുനെസ്കോയില്, വേൾഡ് ബാങ്കില്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF-ല്, ILO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യൂണിസെഫ് തുടങ്ങിയ ധാരാളം ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ അറബി അറിയുന്നവർക്ക് ധാരാളം സാധ്യതയുണ്ട് എന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക. ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് ഒരു ഐക്യരാഷ്ട്രസഭയിലെ സൗമ്യ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന കണ്ണൂർക്കാരിയുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഇവർ കണ്ണൂർക്കാരിയാണ്. ഇവർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IAS പരീക്ഷ എഴുതി അങ്ങനെ സിവിൽ സർവന്റ് ആവാമെന്ന ആഗ്രഹത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവർ സിവിൽ സർവീസ് ചെയ്യുന്നു. അവർക്ക് കിട്ടിയത് IFS ആണ്. IFS ഫോറിൻ സർവീസിൽ അവർ കയറുകയും അവസാനം IAS പഠിക്കുന്ന ആളുകളുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറൊരു ലാംഗ്വേജുകൾ കൂടിയും അവർ പഠിക്കും. അങ്ങനെ ഈ സൗമ്യ എന്ത് ചെയ്തു, അറബി ലാംഗ്വേജ് കൂടി പഠിക്കുകയും അങ്ങനെ അറബി ലാംഗ്വേജിന്റെ പിൻബലത്തിൽ ആദ്യമായിട്ട് ഫോറിൻ അഫയേഴ്സിൽ ധൈര്യമായിട്ട് ഈജിപ്തിൽ പോയിട്ട് ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് അവർ വർക്ക് ചെയ്യാണ്. പിന്നീട് മൊറോക്കോയിലേക്ക് വരുന്നു. പിന്നെ മൊറോക്കോയിൽ നിന്ന് ആണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അറബി അറിയുന്ന ഈ സൗമ്യ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഏത് മേഖല, ഏത് കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാലും അറബി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിയുകയും ഒക്കെ ചെയ്യാൻ UN-ൽ പ്രത്യേകിച്ചും ഒക്കെ ആ മേഖലയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സൗമ്യ എന്ന് പറയുന്നത്. കണ്ണൂർക്കാരിയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അത് അറബി പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ലെങ്കിലും ഓൺലൈനായിട്ടും ഫ്രീലാൻസ് ആയിട്ടും ഒക്കെ കരിയർ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയും. സമയം കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പോവുകയാണ്. അടുത്ത ഒരു മേഖലയാണ് ഗവൺമെന്റ് പബ്ലിക് ജോബ് സെക്ടർ. ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് പുറത്തൊക്കെ ധാരാളം മിനിസ്ട്രീസിൽ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ, എംബസീസിലൊക്കെ അറബി അറിയുന്ന ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ റീസെന്റ് എൻ്റെ ഒരു അനുഭവം വെച്ചാൽ മലപ്പുറം SP ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം ഇവിടെ വരണം, ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റുകൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ നമ്മളെ രാജ്യത്താണെങ്കിൽ പോലും ഇങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ക്രൈമുകളൊക്കെ അവിടുത്തെ ഡോക്യുമെന്റ് ഒക്കെ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സാധ്യതകൾ തന്നെയാണ്. ഓക്കെ, ഇനി ബഷീർ സാറ് നമ്മുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഒക്കെ ബഷീർ സാർ സംസാരിക്കും. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയി അറബി ഇംഗ്ലീഷിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. കൊളോണിയൽ ഇംഗ്ലീഷിന് ശേഷമാണ് ആ അവസ്ഥ മാറിയത്, താരതമ്യേനെങ്കിലും മാറിയത്. എങ്കിൽ പോലും ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ദൈനംദിനം സംസാരിക്കുന്ന ഒരു ഭാഷ എന്നല്ല, അതിന്റെ സാധ്യതകളുടെ ഒരു വലിയ പാരവാരമാണ് അല്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാർ പറഞ്ഞു വെച്ചത്. നോക്കൂ, ഏതെല്ലാം വഴിയിലൂടെ കുട്ടികൾക്ക് പോകാമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിചിതവും മുന്നിലില്ല. +2 കഴിയുന്ന ഒരു കുട്ടിക്ക് UG കോഴ്സുകൾ, BA അറബിക്ക്, അതുപോലെ BA ഓണേഴ്സ് ഡിഗ്രി, BA അഫ്സൽ ഉലമ കോഴ്സ്, അതുപോലെ BA ഫങ്ഷണൽ അറബിക് കോഴ്സ്, BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി കോഴ്സുകളുണ്ട്, MA അറബിക് കോഴ്സ് ഉണ്ട്. അതുപോലെ BA അറബിക്ക്, MA അറബിക്ക്, MA, MEd, നെറ്റ്, MPhil, PhD തുടങ്ങിയിട്ട് എല്ലാ കോഴ്സുകളിലേക്കും പോകാനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിലും നാടിന് പുറത്തും ധാരാളമുണ്ട് എന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റേത് കോഴ്സ് ചെയ്യുമ്പോഴും, ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും, UG കോഴ്സുകളാണെങ്കിലും PG കോഴ്സുകളാണെങ്കിലും, പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്ന നിരവധി ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. PG ഡിപ്ലോമ ഇൻ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ മോഡേൺ അറബിക് കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ കമേഴ്ഷ്യൽ അറബിക് കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ അറബിക് ആൻഡ് അറബിക് ജേർണലിസം കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ അറബിക് ബിസിനസ് കോഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമായ കോഴ്സുകളാണ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുണ്ട്, പ്രൊഫഷൻസി ഇൻ അറബിക്, അതുപോലെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അറബിക് എന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. എവിടെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. ഇന്ത്യയിലെ മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അറബിക് UG PG കോഴ്സുകളുണ്ട്. അതിലേക്ക് പോകാനുള്ള വഴി ഏതാണ് എന്നത് കൂടി അതിനോടുകൂടെ ചേർന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNUവിലാണെങ്കിൽ സെന്റർ ഫോർ അറബിക് ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് എന്ന് പറയുന്ന CAS
അവിടെ അതിനകത്താണ് BA അറബിക്ക്, MA അറബിക്ക്, PhD പ്രോഗ്രാം, അതുപോലെ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ അറബിക്കുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷെ JNUവിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. 2 ടെസ്റ്റുകൾ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 101 501 എന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അവർ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ മാത്രമാണ് ഒരു കുട്ടിക്ക് JNUവിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്, JMI. അവിടെയും BA, MA, PhD പ്രോഗ്രാമുകളുണ്ട്. ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലും അവൈലബിൾ ആണ്. 380ഓളം സ്റ്റുഡൻസിന് അവിടെ കോഴ്സ് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട്. അവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് CUET അല്ല, JMI അസിസ്റ്റ് ടെസ്റ്റ് ആണ്, എൻട്രൻസ് ടെസ്റ്റ് ആണ്. JMIയുടെ ടെസ്റ്റ് തന്നെ എഴുതി ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്വന്തം ടെസ്റ്റ് എഴുതിയിട്ട് വേണം പോകാൻ. നെക്സ്റ്റ് മറ്റൊന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും സെയിം കോഴ്സുകളെല്ലാം ഉണ്ട്. BA, MA, PhD പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പക്ഷെ ആ കോഴ്സുകൾക്ക് പോകും. അവിടെ MUവിലാണെങ്കിൽ 30 സീറ്റാണ് ഡിഗ്രി കോഴ്സിലുണ്ട്, BA ഓണേഴ്സ് കോഴ്സിലുണ്ട്. ആ 30-ൽ 20 മെയിലും 10 ഫീമെയിലും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ടെസ്റ്റ് ചെയ്യേണ്ടത് AMU ടെസ്റ്റാണ്, അതല്ല CUET അല്ല നിലവിലുള്ളത്. മാറ്റങ്ങൾ പിന്നീട് വന്നേക്കാം. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ BHUവിൽ BA, MA കോഴ്സുകളുണ്ട്. പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ CUET എഴുതിയിരിക്കണം നമ്മുടെ കുട്ടികൾ. അവിടെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 101ഉം 501ഉം 2 ടെസ്റ്റുകളാണ് ഇതുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എഴുതിയിരിക്കണം. IFLU ആണ് മറ്റൊന്ന്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്. അവിടെ MA, MPhil, PhD പ്രോഗ്രാമുകളുണ്ട്. സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അവിടെ ഡിസ്റ്റൻസ് മോഡിൽ കൂടി ഇത്തരം ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് IFLUവിൽ. അവിടെയും UG കോഴ്സുകൾക്കും PG കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUET എഴുതണം. 101ഉം 501ഉം തന്നെയാണ് അവിടെയും ടെസ്റ്റ് ചെയ്യേണ്ടത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ CUET വഴി തന്നെയാണ് അഡ്മിഷൻ. BA, MA പ്രോഗ്രാമുകൾ അവിടെയും അവൈലബിൾ ആണ്. അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ മൗലാന ആസാദ് നാഷണൽ ഉർദു യൂണിവേഴ്സിറ്റിയിൽ, ആസാമിലെ സിൽച്ചാറിലെ ആസാം യൂണിവേഴ്സിറ്റിയിൽ DLIT പ്രോഗ്രാം ഉണ്ട്, അറബിയിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതുപോലെ കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ MA അറബിക് പ്രോഗ്രാം ഉണ്ട്. എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം വളരെ വൈകിട്ടുണ്ട്. അതേസമയം നമുക്ക് അറിയാവുന്നതുപോലെ ഹൈ ക്വാളിറ്റിയാണ് അവിടുത്തെ പ്രത്യേകത. ഇന്റർനാഷണൽ ലെവലിലുള്ള വളരെ ക്വാളിഫൈഡ് ആയ ഫാക്കൽറ്റീസ് ആണ് അവൈലബിൾ ആകുന്നത്. അവിടുത്തെ മറ്റനുബന്ധ സൗകര്യങ്ങൾ വളരെ വിപുലമാണ്. സ്കോളർഷിപ്പ്, അതുപോലെ പ്രീമിയർ ഫെസിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ. നേരത്തെ ഇവിടെ ബഷീർ സാർ സൂചിപ്പിച്ച പോലെ ഇന്റർനാഷണൽ ആയിട്ട് കിട്ടുന്ന ഒത്തിരി ഓപ്പണിങ്ങുകൾ നമ്മളെ കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നത് കൃത്യമായി കുട്ടികളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സമയം വൈകിയതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകില്ല. അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അവൈലബിൾ ആണ്. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ നിലവിൽ അറബിക് കോഴ്സുകൾ, BA, MA, MPhil, PhD പ്രോഗ്രാമുകൾ, അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ എല്ലാം അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ചില യൂണിവേഴ്സിറ്റി, തമിഴ്നാട്ടിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോർബംഗ, ബീഹാറിലെ മൗലാന മഷ്ഹറുൽ ഹക്ക് അറബിക് ആൻഡ് പേർഷ്യൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ അടക്കം അറബിക് പ്രോഗ്രാമുകൾ ലഭ്യം. ITEP എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഡിഗ്രി BEd ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. മലയാളികൾക്കിടയിലും അവൈലബിൾ ആണ്. സാഫി കോളേജിലും അതുപോലെ മജ്ലിസ് തുറന്നൂരിലൊക്കെ ITEP പ്രോഗ്രാമുകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് അറബിക് ITEP പ്രോഗ്രാമുണ്ട്. അപ്പൊ അത്തരം സാധ്യതകൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മറ്റ് കോളേജുകൾ, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, അതുപോലെ മഹാരാഷ്ട്ര കോളേജ് എറണാകുളം, BBS കോളേജ് മാറമ്പള്ളി ആലുവ, PTM ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, അതുപോലെ ഗവൺമെന്റ് കോളേജ് മൊക്കേരി, അതുപോലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്, വയനാട്ടിലെ മാനന്തവാടിയിലെ MAMO കോളേജ്, അതുപോലെ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുറമണ്ണൂര്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, സർസേത് കോളേജ് തുടങ്ങിയിട്ടുള്ള കോളേജുകളിലൊക്കെ
അറബിക് കോഴ്സുകൾ. ഇനി അറബിക് കോളേജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേയധികം കോളേജുകൾ നമുക്ക് നേരത്തെ ഉണ്ട്. അവിടെ BA ഇൻ അഫ്ദലുൽ ഉലമ എന്ന പേരിൽ BA ഇൻ അറബിക് എന്ന പേരുള്ള കോഴ്സാണ്. പക്ഷെ അറബിക് കോളേജുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയി, വളരെയധികം അഡ്വാൻസ്ഡ് ആയി, ഏറ്റവും ലേറ്റസ്റ്റ് മെത്തഡോളജി സ്വീകരിക്കുന്ന ഒരു കോളേജുകളാണ് ഇപ്പൊ നിലവിൽ എല്ലാ അറബിക് കോളേജുകളും. കോഴ്സും അതിന്റെ ഡിസൈനും ഒക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ആസ്പെക്റ്റിൽ കോഴ്സിനെ ഡിസൈൻ ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള ഒരു സംവിധാനം നിലവിലെ അറബിക് കോളേജുകൾ. സുലംസല അറബിക് കോളേജ് അരീക്കോട്, സുന്നിയ അറബിക് കോളേജ് തേർന്നമല്ലൂര്, റൗദത്തുൽ കോളേജ് ഫാറൂഖ്, അതുപോലെ അദവിയ കോളേജ് ആലുവ, പിന്നെ അൻസാർ അറബിക് കോളേജ് വളവന്നൂര്, എന്താണ് ജലാലിയ വിമൻസ് അറബിക് കോളേജ് കുറ്റിക്കാട്ടൂരുണ്ട്, അതുപോലെ ദാറുൽ മാരിഫ് അറബിക് കോളേജ്, ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം KTM കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കരുവാര കൊണ്ട് തുടങ്ങിയിട്ടുള്ള നിരവധി കോളേജുകളിൽ ഇത്തരം കോഴ്സുകൾ അഫ്ദലുൽ ഉലമ എന്ന പേരിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ അതിന്റെ BA ഇൻ അറബിക് എന്ന പേരിലാണ് കോഴ്സുകൾ ഉള്ളത്. അതിനകത്ത് ജേർണലിസ്റ്റിക് അറബിക്, അതുപോലെ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അതുപോലെ ട്രാൻസ്ലേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കോഴ്സാണ് ഇപ്പൊ നിലവിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സാധ്യതകൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് വേണം, ഇതിന്റെ നാട്ടിലും പുറം നാട്ടിലും ഉണ്ട് എന്ന സാധ്യതകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കുട്ടികളെ ക്ഷണിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, അറബിക് എന്ന് പറയുന്നത് അതൊരു ഇന്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് ആയിരുന്നതാണ് നേരത്തെ. അതായിരുന്നു ലോകത്തെ ഒന്നാമത്തെ ഇന്റർനാഷണൽ ലാംഗ്വേജ്. പക്ഷേ ഈ കൊളോണിയൽ ഇൻവേഷൻ വന്നപ്പോഴാണ് അതിന്റെ ഒരു സാധ്യത അല്പം ഇംഗ്ലീഷ് അല്പം മുന്നോട്ട് വന്നത്. എങ്കിൽ പോലും ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ദൈനംദിനം യൂസ് ചെയ്യുന്ന ഒരു ഭാഷ എന്നുണ്ടെങ്കിൽ സാധ്യതകൾ വളരെ വിപുലമാണ് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി അല്പം കടന്നുപോയി നമ്മൾ ബഷീർ സാർ ഫൈനൽ കൺക്ലൂഡ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നമ്മൾ ഈ BA അറബിക് കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ അറബി പഠിച്ച കുട്ടികൾക്ക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഈജിപ്ത്, മദീന യൂണിവേഴ്സിറ്റി സൗദി അറേബ്യ, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി സൗദി അറേബ്യ, ഖത്തർ യൂണിവേഴ്സിറ്റി, ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി ഖത്തറിൽ തന്നെയുണ്ട്, സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഒമാന്, കുവൈത്ത് യൂണിവേഴ്സിറ്റി ജോർദാൻ യൂണിവേഴ്സിറ്റി, എങ്ങനെ തുടങ്ങി ധാരാളം യൂണിവേഴ്സിറ്റികൾ നമ്മുടെ മുമ്പിൽ ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുള്ള കുട്ടികളെ ആ മേഖലയിലേക്ക് അവരുടെ ഡിഗ്രിക്കായി അവരുടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലണ്ടനിൽ പോലും അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, അതേപോലെ തന്നെ മഞ്ചാസ്റ്റർ യൂണിവേഴ്സിറ്റി, സ്വാസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ വരെ അറബിക് ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള BA അറബിക് ഇന്റർനാഷണൽ സ്റ്റഡീസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. BA അറബിക് ഇന്റർനാഷണൽ ബിസിനസ്, BA അറബിക് ഫിലിം സ്റ്റഡീസ്, BA അറബിക് മാനേജ്മെന്റ് തുടങ്ങി ധാരാളം വെറൈറ്റി പുതിയ കാലഘട്ടത്തിലുള്ള കോഴ്സുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടേക്ക് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകാം എന്നുള്ളത്. ഇത് മറ്റു യൂറോപ്പിലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളാണ്. ലണ്ടനിലെ യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ മഞ്ചാസ്റ്റർ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ദർ ഇസ് എ വൈഡ് റേഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ അറബിക്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അറബി പഠിച്ച ഒരാൾക്ക് തന്നെ അവരുടെ സ്ട്രീം മാറി മറ്റു മേഖലയിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. ടീച്ചിങ് ഫീൽഡൊന്നും ഞാൻ വിശദീകരിക്കുന്നത്. ഐറ്റപ്പിന്റെ കാര്യം ബഷീർ സാർ ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. സ്കോളർഷിപ്പുകൾ എന്നുള്ള ഒരു ഏരിയ വലുതാണ്. 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ തീരൂല അത്. പക്ഷെ ഈ അറബി പഠിച്ച ആളുകൾക്ക് ഹയർ സ്റ്റഡിക്ക് വിദേശത്തേക്ക് പോകാനും ഇന്ത്യയിൽ തന്നെയും ധാരാളം സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് പഠന മേഖലയിൽ ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആക്സസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരികയും. ഇപ്പോൾ ജസ്റ്റ് സമയമില്ലാത്തതുകൊണ്ട് ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് മെൻഷൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സംഗതി, ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറയാൻ സമയം വൈകിയിട്ടുണ്ട്, പക്ഷെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
അറബി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. ഞാനിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡസ്ട്രിയിലുള്ള അറബി പഠിച്ച ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് ആമസോണിൽ. അവനോട്ട് ലേറ്റസ്റ്റ് ഇൻഡസ്ട്രി അപ്ഡേറ്റ് എന്താന്ന് ചോദിച്ച് കൊണ്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, അറബി അറിയുന്ന ആളുകൾ, അറബി പഠിച്ച ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും MNCകളിൽ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇപ്പോഴും ഉണ്ട്. ഏത് AI വന്നാലും, ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം ഉണ്ടായാലും ലാംഗ്വേജ് കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന്റെ കൂടെ അറബി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അറബി പഠിക്കുന്ന ആളുകൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ലാംഗ്വേജ് പ്ലസ് AI LLMS, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അതായത് നമുക്കറിയാം ഈ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ചേർന്ന ഒരു പുതിയൊരു മേഖലയെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭാഷയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംയുക്തമായിട്ടുള്ള ഒരു മേഖല. മനുഷ്യന്റെ ഭാഷ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ AI മനസ്സിലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് സംഗതി. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഈ LMMസിനെ കുറിച്ച് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ കുറിച്ച് ഒരു അറബി പഠിച്ചൊരു വിദ്യാർത്ഥി അറിഞ്ഞു മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് അപാര സാധ്യത ഉണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്. NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ട്രെയിനിങ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡാറ്റ ക്യൂറേഷൻ, ഇതൊക്കെ സാധ്യതയുള്ള അറബി പഠിച്ച ആളുകൾക്ക് അറബി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ, പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അറബിയിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, കോൺവെർസേഷണൽ ഡിസൈനിങ് അറബിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് സാധ്യതകൾ പരന്നു കിടക്കുന്നു. അതൊന്നും വിശദീകരിക്കാൻ നേരല്ല. മറ്റൊരു മേഖലയാണ് AI ഡ്രൈവൺ ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ക്രിയേഷൻ. ഇത് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ട്രാൻസ്ലേഷൻ എന്താണെന്ന് നമുക്കറിയാം, ട്രാൻസ്ക്രിയേഷൻ എന്താണ്, അതേപോലെ തന്നെ ട്രാൻസ്ലിറ്ററേഷൻ എന്താണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറബി പഠിച്ച ആളുകൾക്ക് കൃത്യമായിട്ട്, ഇപ്പൊ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, അറബി അതേപോലെയായി നമുക്കറിയാം, സാഹചര്യത്തിനും സന്ദർഭത്തിനും ഓരോ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്ത വേർഡുകളാണുള്ളത്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫെയിലിയർ ആവും, എക്ക് കൃത്യമായ അപ്ഡേറ്റ് കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ, ഐഡിയ ട്രാൻസ്ലേഷൻ, ആശയങ്ങൾ വെച്ചിട്ട് അതിനാണ് ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ നേരല്ല. അപ്പോൾ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിയേഷനും ട്രാൻസ്ലിറ്ററേഷനും വളരെ സാധ്യതയുള്ള ഒരു പുതിയ കാലഘട്ടത്തിൽ അറബി അറിയുന്നവർക്ക് അറബി വേർഡ്സിന്റെയും അറബിയുടെയും സന്ദേശവും ഇമോഷനും വികാരവും വിചാരങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ അത് AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ AI പര്യാപ്തമാക്കുന്നതിന് ലാംഗ്വേജ് എക്സ്പേർട്ടുകളുടെ ആവശ്യമുണ്ട്. അത് അറബി അറിയുന്നവർക്ക് അപാര സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ അതേപോലെ തന്നെ ഹൗ ടു സസ്റ്റെയിൻ ഇൻ ഇറ ആൻഡ് എക്സ്പോണൻഷ്യൽ ഏജ്. ഈ എക്സ്പോണൻഷ്യൽ ഏജിൽ അറബി പഠിച്ച ആളുകൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ്, ലൈഫ് ലോങ് ലേണിംഗ്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഡെവലപ്പ് അവർ സ്കിൽസ്, AI ബേസിക് ട്രെയിനിങ്, പവർ BI, SQL, ലീൻ മാനേജ്മെന്റ്, സിക്സ് സിഗ്മ എന്ന് പറയുന്ന ഈ പുതിയ ടൂളുകൾ നിർബന്ധമായിട്ടും അറബി ഭാഷയോടൊപ്പം തന്നെ നമ്മൾ ഇതുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ അപാര സാധ്യതയാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ എന്നുള്ളതാണ്. ഇതൊക്കെ ഇത് മൈക്രോസോഫ്റ്റ് പവർ BI എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഒരു ഡാറ്റ അനാലിസിസ് ടൂളാണ്. അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ച്, അറബി പഠിച്ച ഒരാൾക്ക് അത് അറിയുമെങ്കിൽ അവനെ പൊക്കിക്കൊണ്ടുപോകും കമ്പനികൾ. അതേപോലെ തന്നെ SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതൊന്നും വിശദീകരിക്കാൻ നേരല്ല. ഇത് നമ്മളെ കുട്ടികൾ പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ലീൻ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട്, പിന്നെ അതേപോലെ തന്നെ സിക്സ് സിഗ്മ, ഇതൊക്കെ ഓരോ ടൂളുകളാണ്. ഇതൊക്കെ പഠിച്ച് അറബി പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു മോഡേൺ സ്കില്ലുകൾ കൂടി അവർ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അപാര സാധ്യതയാണ് അറബി പഠിക്കുന്നവർക്ക് എന്നുള്ളത് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അവരെ അറബി ഭാഷ വളരെ ഉഷാറായിട്ട് പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്. കൺക്ലൂഷനായിട്ട് ഒന്നുകൂടി ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലേണിംഗ് അറബിക് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മാസ്റ്ററിങ് എ ലാംഗ്വേജിൽ മാസ്റ്റർ ആവുക എന്നതിലപ്പുറം അബൌട്ട് അൺലോക്കിംഗ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ, റിസർച്ച്, കൾച്ചർ ആൻഡ് ടെക്നോളജി ആൻഡ് എംപ്ലോയ്മെന്റ്.